ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് വെള്ളിക്കുളങ്ങര എന്ന സ്ഥലത്താണ്. ഇവിടെ പത്മകുമാറിന്റെ ഒരു അടിപൊളി സ്വർഗതുല്യമായ ഒരു ഫാമാണ് ഉള്ളത്. നമുക്ക് ഒത്തിരി നടന്ന് കാണാനുണ്ട് കേട്ടോ. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഷീജ. പത്മകുമാർ. എന്റെ പേര് പത്മകുമാർ. മീരാസ് മിറാക്കിൾ ഫാം. മീരാസ് മിറാക്കിൾ ഫാം. അതിന്റെ ചാലക്കുടി. അതിന്റെ പ്രവാസിയായ ഓണറാണ് ഈ നിൽക്കുന്നത്. ഇപ്പോഴും പ്രവാസിയാണ്. പോയി വന്നിരിക്കുന്ന അതുവേ ബിസിനസ് ഉണ്ട്. എങ്കിലും കൃഷിയോടുള്ള ഒരു പാഷൻ കൊണ്ട് കൂടുതൽ സമയം ഇവിടെ തന്നെയാണ്. വല്ലപ്പോഴും ദുബൈക്ക് പോകുള്ളൂ. മക്കൾ അവിടെ ബിസിനസ് ഒക്കെ നോക്കുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് മക്കൾ നോക്കുന്നു. 2 ആൺകുട്ടികളാണ്. ഞാനും വൈഫ് ഇവിടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നു. ഒരു സമ്മിശ്ര കൃഷിയാണ്. 20 ഏക്കറോളം ഉണ്ട്. 2015 തൊട്ടാണ് സ്റ്റാർട്ടിങ്. എങ്കിലും ഒരു 2018 തൊട്ടൊക്കെ നല്ല ആ ഫ്ലഡിന്റെ സമയത്തൊക്കെയാണെന്ന് തുടങ്ങി വന്നു. ഫ്ലഡ് കഴിഞ്ഞപ്പോൾ ഈ വലിയ തെങ്ങ് വെച്ച് ബാക്കിയെല്ലാം നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ചതാണ്. ഇവിടെ എല്ലാ കവുങ്ങ്, ജാതി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ആട്, കോഴി, പശു അതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ചെറിയ ചെറിയ അവാർഡ് 4-5 കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ കാണിക്കാം. ഈ അവാർഡ് കിട്ടുമ്പോഴത്തുള്ള ഒരു അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നുണ്ട്. ഇതൊരു പാഷനാണ്. അല്ല കൃഷി കൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കി ചെയ്യുന്നതല്ല. നമ്മുടെ മനസ്സിൽ സംതൃപ്തി, നല്ല ഓക്സിജൻ കഴിക്കുക, നല്ല ആഹാരങ്ങള്, വിഷമില്ലാത്ത ആഹാരങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൊടുക്കാം. ഞാൻ ജൈവ കർഷകനാണ്. രാസവളമൊന്നും ഉപയോഗിക്കാറില്ല. ഈവൻ തെങ്ങിന് പോലും നമ്മൾ രാസവളമൊന്നും ഇടാറില്ല. വാഴയ്ക്കായാലും എന്തിനായാലും. അതുകൊണ്ട് നമ്മുടെ കായൊന്നും ഭയങ്കര മുഴുപ്പ് തമിഴ്നാട്ടിലെ പോലെ നല്ല സാധനം കിട്ടും. ആൾക്കാർ അറിഞ്ഞു വന്ന് മേടിക്കുന്നുണ്ട്. അത് മതി. അപ്പൊ ഈ ഫാം ഇതില് വേറെ വല്ല വികസനങ്ങൾ എനിക്ക് ഭാവിയിലെ ഒരു ഫാം ടൂറിസം ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇവിടൊക്കെ തന്നെ ചെറിയ ഹട്ടുകളൊക്കെ വെച്ചിട്ട്, കാര്യം വിദേശികളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെയാണ് മനസ്സിലെ പ്ലാൻ. മക്കളാട് നമ്മളെല്ലാം തുടങ്ങി വെക്കുന്നു. പിന്നെ അവര് നോക്കും. അത്രേ ഉള്ളൂ. അല്ല, അതിനെ പറ്റിയ ഒരു ഏരിയ ആണ്. എത്ര ഏക്കർ ഉണ്ട്? 20 ഏക്കർ. 20 ഏക്കർ സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ആർക്കായാലും പഠനങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ട് കൃഷി സംബന്ധമായി കൃഷിഭവനായി, കാർഷിക കോളേജിൽ നിന്നൊക്കെ സ്ഥിരം ആൾക്കാർ വരാറുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ നബാർഡിന്റെ അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ICIC ഫൗണ്ടേഷന്റെ ഈ തേനീച്ച കൃഷി, അങ്ങനെ അത് നമ്മൾ തേനീച്ച വളർത്തലുണ്ട്. നമുക്ക് 10-40 കൂടുകളും ഉണ്ട്. അതിലൊക്കെ ആൾക്കാരെ കാണിക്കാൻ കൊണ്ടുവരുന്നു. ചേർത്തല, ആലപ്പുഴ എന്നൊക്കെ ആൾ വരും. തൃശ്ശൂർ, മണ്ണുത്തി നിന്ന് ആൾക്കാർ വരാറുണ്ട്. സ്ഥിരം വിസിറ്റേഴ്സ് പോലെ ഉണ്ട്. ഇപ്പോഴും ഇവിടെ പഠനങ്ങൾക്ക് വേണ്ടി ജൈവ കൃഷി പഠിക്കാൻ ആഗ്രഹമായിട്ട് തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾ, അഗ്രികൾച്ചർ ഇതിലെ ഉള്ള കുട്ടികളായാലും, പിന്നെ അതുപോലെ ആത്മയുടെ ഭാഗമായിട്ട് പഠനയാത്രയായിട്ടും ഒക്കെ നിരവധി പേര് ഇവിടെ ഈ ഫാം വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കാണാൻ ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് തുടർന്നെല്ലാം നടന്നൊന്ന് കാണാം. ഫാമിന്റെ കവാടമാണ് ഈ കാണുന്നത്. മീരാ മിറാക്കിൾ ഫാം. ഇതിനോട് ചേർന്ന് കാണുന്നത് വലിയൊരു തൊഴുത്താണ്. നമ്മൾ ഈ ഫാമിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നതാണ്. വലതു ഭാഗത്തായിട്ട് വലിയൊരു തൊഴുത്ത്, നല്ല വൃത്തിയുള്ള തൊഴുത്ത്. അതിനകത്ത് നല്ല അഴകാർന്ന പശുക്കളും. അതിനെ ഞാൻ വരുമ്പോ തന്നെ കണ്ട കാഴ്ച, ഒരാള് കറന്നുകൊണ്ടിരിക്കുന്നതാണ് പശുവിനെ. നല്ല പശുക്കള്, കാണാൻ നല്ല ഭംഗിയുള്ള പശുക്കളാണ്. നമ്മുടെ കൊടംപുളിയാണ് അതിനപ്പുറത്ത്. പ്ലാവിന്റെ അപ്പുറത്ത് വലിയ കൊടംപുളി ഉണ്ടല്ലോ, നമ്മള് കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. എന്താ ഇവിടെ പറയുന്നത്? കൊടംപുളി തന്നെ. അതുണ്ട്. ജാതി എത്ര മരം ഉണ്ട്? ജാതി ഒരു 300ഓളം മരങ്ങളുണ്ട്. ആ സൈഡ് മൊത്തം അങ്ങേറ്റം വരെ ജാതിയാ. 300 ജാതി ഉണ്ട്. ഈ കവുങ്ങുംതോട്ടം എത്ര ഏക്കറിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്? 5 ഏക്കറിലെ കവുങ്ങുംതോട്ടം ഉണ്ട്. പിന്നെ എയർലി പ്ലാവ് ഉണ്ട്. കൂടാതെ വിയറ്റ്നാം സൂപ്പർ എയർലി അത് എത്ര എണ്ണം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്? 500 തൈ ഉണ്ട് ടോട്ടലി. 500 എണ്ണം. കവുങ്ങ് ഏകദേശം എത്ര എണ്ണം? 1000-ൽ കൂടുതലുണ്ട്. 1000-ൽ കൂടുതൽ കവുങ്ങും. അതുപോലെ തന്നെ ഇന്റർമംഗളയാണ് കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്റർമംഗള. വിയറ്റ്നാം എയർലി പ്ലാവ്. പിന്നെ ഒരു 1500ഓളം തെങ്ങ് തൈകളുണ്ട്. ഇതുപോലെ തൈകളെല്ലാം. 500 പ്ലാവ്. വിയറ്റ്നാം സൂപ്പർ എയർലി 500 കാഴ്ച നിൽക്കുന്നത്. മൊത്തത്തില് ഒത്തിരി കാഴ്ച നിൽക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കവുങ്ങ്, തെങ്ങ് എത്ര ഉണ്ട്?
1500 കൂടുതൽ ഉണ്ട്. 1500-ലധികം തെങ്ങ്, 2000-ലൊക്കെ അധികം കവുങ്ങ് എല്ലാം ഉണ്ട് ഈ ഫാമില്. അപ്പൊ മൊത്തത്തില് ഇപ്പൊ 20 ഏക്കർ നടന്നു കാണാന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ്. അപ്പൊ പറ്റാവുന്ന അത്രയും ഞാൻ എടുത്ത് കാണിക്കും. ഈ കാണുന്നതാണ് കവുങ്ങും തോട്ടം. ഒത്തിരി കവുങ്ങുണ്ട്. നിറയെ കവുങ്ങ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. എന്ത് രസാലേ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേരിലും കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി, ഈ പ്ലാവിന്റെ അതിശയിപ്പിക്കുന്ന ഒരു തോട്ടാണ് ഇവിടെ ഉള്ളത്. എത്രയധികം പ്ലാവും തൈകളും നിറയെ വേരില് കടക്കിലൊക്കെ നിറയെ കായുണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കവുങ്ങൻ തോട്ടം, അതുപോലെ തന്നെ ഇതിന്റെ ഇടയിലുള്ള കുറ്റിയാടി തെങ്ങും ഒക്കെ ഈ ഫാമിനെ മനോഹരമാക്കി തീർക്കുന്നുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന ജാതിക്ക, എന്തുമാത്രം ജാതിക്ക ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കണ്ടില്ലേ? അതിമനോഹരമായ കാഴ്ച. അതുപോലെ പത്മകുമാർ ചേട്ടന്റെ നമ്മുടെ 20 ഏക്കറിലെ ഈ സ്വപ്ന ഭൂമിയാണ് ഇന്ന് ഈ ചുറ്റി നടന്ന് കാണുന്നത്. നല്ല പച്ചപ്പും കുളിരും നിറഞ്ഞ ഒരു ഏദൻ തോട്ടം തന്നെയാണിത്. നല്ലൊരു അരുവി ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ വളർത്തുന്ന കുളങ്ങള്, 2-3 കുളങ്ങൾ ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ മീൻ വളർത്തുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനും തോന്നും. അത്ര നല്ല തെളിനീരാണ് ഈ കുളങ്ങളിലൊക്കെ ഉള്ളത്. തീറ്റപ്പുല്ലാണ് മൊത്തം. അതെ, ഇത് 3 ഏക്കറോളം തീറ്റപ്പുല്ലാണ്. നമുക്കൊരു 10-40 പശുക്കളും 10-20 ആടൊക്കെ ഉണ്ട്. അപ്പൊ ഇത് 0305 ഉള്ള നേഫിയർ എന്ന് പറഞ്ഞ പുതിയ ഇനമായ ഈ ബ്രൗൺ കളർ കാണുന്നത്. അത് ചില മധുരം കൂടുതലാണ്. പശുക്കൾക്കും നേഫിയർ. മറ്റേത് 03. എല്ലാം ഈ നേഫിയർ എന്ന് പറഞ്ഞ പുല്ല് കൊടുത്താൽ നല്ലോണം പാല് വ്യത്യാസം ഉണ്ടാകുന്ന ഒട്ടും വേസ്റ്റ് പോകില്ല. ചില മധുരം കൂടുതലാണ്. ഇതെല്ലാം കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് CO വരുന്നത്. അതാണ് CO1 CO3 എന്ന് പറഞ്ഞത്. 05 വരെ നമ്മളെല്ലാം ഉണ്ട്. 3 ഏക്കറില് പശു എത്ര ഉണ്ട്? മൊത്തത്തിൽ 60 എണ്ണം ഉണ്ട്. എരുമക്കുട്ടികളും പശു എല്ലാം കൂടെ ചേർത്ത് 10-250 ആടുണ്ട്. ഇതിനുള്ള തീറ്റകളെല്ലാം ഇവിടുന്ന് നമുക്ക് കിട്ടും. പിന്നെ വേറെ സ്ഥലമുണ്ട്, അവിടെ നിന്ന് കൂടെ കൊണ്ടുവരും. പിന്നെ വൈക്കോലുണ്ട്. ഈ കാണുന്നത്, ഈ പാവി നിർത്തിയിരിക്കുന്നതൊക്കെ കുറ്റ്യാടി തെങ്ങിൻ തൈകളാണ്. നിറയെ കരിക്കിൻ കുലകളുള്ള കുറ്റ്യാടി തെങ്ങുകള് ഈ ഫാമിന്റെ ഒരു അഴകാണ്. ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള കുറ്റ്യാടി തെങ്ങിൻ തൈകള് 100 രൂപ നിരക്കിലാണ് ഇവിടെ നിന്നും നൽകുന്നത്. ഈ ഫാമിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ തെങ്ങിൻ തൈകൾ വിൽക്കപ്പെടുന്നുണ്ട്. അതിലൂടെ ഒരു മികച്ച വരുമാനം തന്നെയാണ് നമ്മുടെ പത്മകുമാർ ചേട്ടന് ഈ ഫാമിൽ നിന്ന് കിട്ടുന്നത്. ഫാം ടൂറിസം ലക്ഷ്യമിട്ട് ഒത്തിരി പദ്ധതികളാണ് നമ്മുടെ പത്മകുമാർ ചേട്ടന്റെ മനസ്സിലുള്ളത്. ടൂറിസ്റ്റുകൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കാൻ കഴിയുന്ന ഫാമായിട്ട് മീര മിറാക്കിൾ ഫാം സമീപ ഭാവിയിൽ തന്നെ വരും. കുരുമുളകിന്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. കാരണം എല്ലാം ഒത്തിരി മരങ്ങൾ കണ്ട് ആ മരങ്ങളിലൊക്കെ കുരുമുളകുണ്ട്. അതുപോലെ തന്നെ കോഴികളുടെ ഫാം, ഒത്തിരി ഫാം ഉണ്ട് ഇവിടെ. 3-4 എണ്ണം ഞാൻ കണ്ടായിരുന്നു. ഒത്തിരി കോഴികളെ പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്, ഈ ഫാമിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതും ഈ ഫാം വളരെ നീറ്റായിട്ടാണ് സൂക്ഷിക്കുക. അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ എത്ര കോഴികളുണ്ട്? 10000 കോഴിയുണ്ട് ഇപ്പം. 10000 കോഴികൾ ഇപ്പൊ ഉണ്ട്. നമ്മളച്ചൂടൊന്ന് വലുതാക്കുന്നുണ്ട്. അത് കാര്യം കോഴി വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം അത് നമ്മളവർ തരുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് 1 day old തരുന്നത്, അതിന്റെ മക്കളെല്ലാം അവർ അറിയുന്നത്. നമുക്ക് 1 കിലോയ്ക്ക് 6 രൂപ വെച്ച് കിട്ടും. നമുക്ക് വലിയ ലാഭം നഷ്ടമില്ലാതെ പോകുന്നുണ്ട് മറ്റുള്ള ബിസിനസ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പൊ അത് കുറെ കൂടെ നമ്മളിപ്പം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിലെ കോഴികൾ ഇവിടുന്ന് എടുത്തു പോകും. അതിന്റെ മാക്സിമം 45 ദിവസം അവർ തന്നെ കൊണ്ടുവരും. കുട്ടികളെ അവർ ഇന്റഗ്രേറ്റ് ഫാമിംഗ് ആണ്. അവർ തന്നെ കുഞ്ഞുങ്ങളെ തരും, അവർ തന്നെ വലുതാക്കി അവർ തന്നെ കൊണ്ടുപോകും. നമ്മൾ ഷെഡെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, അതിന് വേണ്ട മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ബാക്കിയെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൂടെ കൂടുതൽ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കൂടുതൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ബാച്ച് പകുതിയോളൊക്കെ പിടിച്ചുകൊണ്ട് പോയി, ബാക്കി ഇപ്പം അടുത്ത് ഇടാൻ വരുന്നേ ഉള്ളൂ. ഇപ്പം 12000 കോഴികൾ ഇപ്പൊ ഉണ്ട്. പിന്നെ ആട് എത്ര ഉണ്ടായിരിക്കും? ആട് 250 ആടുണ്ട്. അതുകൊണ്ട് ഇതാണ് ആടിന്റെ കൂടെ. 250 ആട്. മലബാറി ക്രോസ് ആണല്ലോ. ബീറ്റലുണ്ട്, നേപ്പിയാരിയുണ്ട്. അതിന്റെ എല്ലാം ക്രോസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇവർക്കൊക്കെ തീറ്റ എങ്ങനെ? ആടുകളുടെ ആടുക്ക് നമ്മള് ആടുതിരിയുണ്ട്, അത് കൂടാതെ പുല്ലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത്ര അവിടെ ഉള്ളത് 3 ഏക്കറോളം ഇതുണ്ടല്ലോ. പിന്നെ പ്ലാവിന്റെ ഇവിടെ നമ്മൾ ഇഷ്ടം പോലെ പ്ലാവുണ്ട്. അതിന്റെ എല്ലാം നമ്മൾ കുറെ കഴിയുമ്പോഴത്തേക്ക് റോഡ് ചെയ്തിട്ട് അതിന്റെ കമ്പുകളെല്ലാം വെട്ടും. അതായത് തീറ്റയാവും. കൂടുതൽ പ്ലാവ്, ചക്ക മാത്രം ഉദ്ദേശിച്ചല്ല പ്ലാവുകൾ വെച്ചത്. അതിന്റെ കൂടുതലായിട്ടും ഇവിടുത്തെ ഒരു സാധനം വേസ്റ്റ് അല്ല. സംയോജന കൃഷി എന്ന് പറയുമ്പോൾ ഒരു സാധനങ്ങളും വേസ്റ്റ് ആവുന്നില്ല. എന്ത് സാധനമായാലും ഒന്നിനൊന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
അതാണ് നമ്മുടെ ഒരു കൃഷി. ഫാമില് ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും ഒരു സാധനം ഇവിടെ വേസ്റ്റ് ഇല്ല. പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ, അതും പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. അല്ല നമുക്ക് ഒരു സാധനം ഇവിടെ വേസ്റ്റ്. അത് പ്ലാസ്റ്റിക് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഇത് എന്തെങ്കിലും ബേക്കറി ഐറ്റങ്ങൾ വരുമ്പോൾ അതിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കുകൾ അത് പഞ്ചായത്തിലെ ആൾക്കാർ വന്നിട്ട് മാസത്തിൽ അവർ കൊണ്ടുപോകും. അപ്പൊ ഒരു സാധനം ഇവിടെ വേസ്റ്റ് വരുന്നില്ല. എന്ത് സാധനം നമ്മൾ ഇവിടെ തന്നെ കൃഷിക്കായിട്ട് നമ്മൾ ഒന്നിനൊന്ന് വളമായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, കോഴിക്കൂടിന് അടിയില് വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പൊ കോഴിക്കാഷ്ടം മുതൽ അതിലേക്ക് ആട്ടിൻകൂടിന്റെ അടിയിലും വെള്ളം അടിച്ചിട്ടുണ്ട്, ആട്ടിൻകാഷ്ടം വീഴുന്നു. അപ്പൊ ഈ ലിക്വിഡ് നമ്മൾ എങ്ങനെയാണ് ഡ്രിപ്പ് വഴിയാണ്? അല്ല, അതിന് നമ്മൾ അവിടെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ആടിന്റെ മൂത്രം മാത്രമേ വരുള്ളൂ. പിന്നെ വല്ലപ്പോഴും പിന്നെ പാത്രം കഴുകുന്ന മാത്രം, ആടിനെ കുളിപ്പിക്കണ്ടല്ലോ. അതല്ലാതെ ഈ പാത്രങ്ങള് വൃത്തിയാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം വരുന്നത്. ബാക്കിയെല്ലാം ആടിന്റെ മൂത്രമാണ്. അത് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാം നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ ടാങ്ക് വെച്ചെല്ലാം നമ്മുടെ പുല്ലിലേക്ക് പോക്കോളൂ. ഈ അവിടെ ചാണകത്തിന്റെ അതുപോലെ സ്ലറി കംപ്ലീറ്റ് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകളിലുള്ള ഗ്യാസ് എല്ലാം അതാണ്. ആ ഗ്യാസിന്റെ ബാക്കി വരുന്നത് സ്ലറി അല്ലെങ്കിൽ അടി കൂടെ പൈപ്പുകളുണ്ട്. പൈപ്പുകൾ നേരെ പോകുന്നത് നമ്മുടെ പുല്ലിലേക്കാണ്. പുല്ലേക്ക് നമ്മൾ വേറെ വളമൊന്നുമില്ല. അവിടെ എല്ലാം സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. ഈ പുല്ലേക്ക് ഈ വളം ഇതും ആ വളം എല്ലാം കൊണ്ടുപോകുള്ളൂ. ഇത് സ്ലറി, ചാണകം ഇതെല്ലാം കാട്ടും നമ്മൾ എടുത്തിട്ട് നമ്മൾ ജൈവവളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ചാണകവും ബാക്കിയുള്ള നമ്മൾ ജൈവവളത്തിന് വേണ്ടി ഉപയോഗിക്കും. അതിന്റെ ലിക്വിഡ് മാത്രം വരുന്നതാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ജൈവവള കമ്പോസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന വേപ്പും പിണ്ണാക്കും എല്ലുപൊടി, അല്ലാതെ ആട്ടുംകാട്ടം കോഴിക്കാട്ടം ഉണ്ട്. ഈ ചകിരിച്ചോറിട്ട ഇത് കോഴിയുടെ ഇത് അത് ചകിരിച്ചോറ് നമ്മൾ ചിലതൊക്കെ ഈ തടിയുടെ ഇടും. അത് നല്ലതല്ല. കാര്യം തേക്കിന്റെ ഇതൊക്കെ കിടപ്പം ദഹിക്കാൻ സമയം എടുക്കും. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മണ്ണോട് അലിഞ്ഞു കയറും, വേരോട്ടം കിട്ടും. അപ്പൊ നമ്മൾ ചകിരിച്ചോറ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അതൊക്കെ ഏറ്റവും കൂടുതൽ ചകിരിച്ചോറിട്ടുള്ള കോഴിക്കാഷ്ടം, അതുപോലെ എല്ലുംപൊടി, വേപ്പ് പിണ്ണാക്ക്, പിന്നെ ആട്ടുംകാഷ്ടം, പശുവിന് ചാണകം. അല്ല, കിടന്ന് ഉണങ്ങും. അത് നമ്മൾ തണലത്തിട്ട് ഉണക്കണം. ഇത് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിന്റെ നൈട്രജൻ പോകും. അതുകൊണ്ട് നമ്മൾ തണലത്തിട്ടാണ്. അതാണ് ഷെഡുകളൊക്കെ. ഈ 2, 3, 4 ഷെഡെല്ലാം അതാണ്. ആ ഷെഡിലിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ ഉണക്കി പൊടിക്കും. ആടുകളിപ്പോ എത്ര തരം ഉണ്ട് പറഞ്ഞേ? ഇത് മലബാറി ക്രോസ് ആണെല്ലാം. ബീറ്റല് യമുനപ്പേരി ക്രോസ് ആണ് ശരിക്കുള്ള. അതിന്റെ മലബാറിയുടെ ആടിലാണ് ഇതെല്ലാം ക്രോസ്. അതായത് മുട്ടന്മാരെന്ന് പറയുന്നത് ബീറ്റലും യമുനപ്പേരി. ആ ലാസ്റ്റിനുള്ളതാണ് അതിന്റെ ആ കവർ ചെയ്തിട്ടില്ലേ, അതിനകത്തുണ്ട് മുട്ടന്മാർ. അതിന്റെ ഫോട്ടോ ആണ് എടുത്തു, ലാസ്റ്റ് ഉണ്ട്. ആട്ടിൻകൂടിന്റെ ഒരു ഭംഗി നോക്കി. ഇതാണ് മുട്ടനാടുകള്. ഈ മുട്ടനാടുകൾ ഇതിനകത്ത് കുറെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ കുട്ടാ എന്താടാ താഴെ ഇറങ്ങിക്കടാ, വാ കുട്ടാ. കുട്ടാ എരുമയാണോ? നല്ല രസം, കാലൊക്കെ പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. വാടാ കുട്ടാ, വാ. എന്താ വാ. നല്ല സ്നേഹം ഇങ്ങനെ പോകുമ്പം ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ശരിയല്ല, അതേ ആൾക്കാരെ ഒന്നും കാണുന്ന ഇഷ്ടമല്ല. ഇതിപ്പോ എത്ര നാളാ, എത്ര വയസ്സായി ഇവനെ? ഇതിപ്പോ 3.5 വയസ്സായി. ഇതിന്റെ പേര് കുട്ടൻ അല്ല, പേര് മീൻസ് എന്ത്? ഇത് മുറ. മുറ, മുറപ്പോത്ത്. മുറ ഒറിജിനൽ ബ്രീഡാന്നൊക്കെ പറയുന്നു. നമുക്ക് അത്ര ഒറിജിനൽ അറിയില്ല. ഹരിയാനയാണ് ശരിക്കും മുറ. ഇത് ആട്, അതുപോലെ താറാവ്, വിവിധതരം മുയലുകള്, പിന്നെ വിവിധ ഇനം നായ്ക്കള് എല്ലാം ഈ ഫാമിനകത്തുണ്ട്. പശുക്കൾ ഇപ്പൊ എത്ര നേരത്തെ പറഞ്ഞല്ലോ, എത്ര പശുക്കളുണ്ടെന്ന് പറഞ്ഞാൽ? എല്ലാം കൂടെ 60 പശുക്കളുണ്ട്. 60 പശുക്കളുണ്ട്. അത് ഏതൊക്കെ ഇനം പശുക്കൾ? HF ആണ് കൂടുതൽ. പിന്നെ ജേഴ്സി ഉണ്ട്. പിന്നെ പശുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാം എരുമ കൂട്ടിയാണ്. മുറ എരുമയുണ്ട്. പിന്നെ കുട്ടികള്. ഇതിൽ ഏതാ മികച്ച ഇനം പശു? പാല് കൂടുതൽ കിട്ടുന്നത് HF ആണ്.
അതിനാണ് കൂടുതൽ പാല് കിട്ടുന്നത്. പക്ഷെ അതിന് കൊഴുപ്പ് കുറവാ. ജേഴ്സിക്ക് പാല് കുറവാണ്, പക്ഷെ കൊഴുപ്പ് കൂടുതലാണ്. പിന്നെ എരുമയുടെ പാലും നമ്മൾ ഒന്നിച്ചാണ് മിൽമയ്ക്ക് കൊടുക്കുന്നത്. നമ്മൾ ലോക്കൽ സെയിൽ കുറവാണ്. നമ്മൾ കൂടുതൽ സമയം ഇവിടെ ഇല്ലല്ലോ, കൂടുതൽ നമ്മൾ മിൽമയിലേക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൂടാണ് കൊടുക്കുന്നത് അവിടെ. അപ്പൊ കൊഴുപ്പ് കൂടുതൽ കിട്ടും. HF-ഉം ജേഴ്സിയും എരുമയും ഉള്ളതുകൊണ്ടാണ് റീഡിങ് നോക്കിയിട്ടാണല്ലോ അവർ പൈസ തരുന്നത്. അപ്പൊ അവിടെ എപ്പോഴും അതിന്റെ റീഡിങ് നോക്കും. അപ്പൊ അത് എപ്പോഴും അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കണം. അത് HF-ന് കുറവാണ്, പാല് കൂടുതലുണ്ട്. പക്ഷെ ജേഴ്സിയും മറ്റേതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് പേഴ്സണൽ കാര്യങ്ങൾ അല്പം സംസാരിക്കാം. ആയിക്കോട്ടെ. 20 ഏക്കറിൽ ഞാൻ നടന്ന് കാണാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. ഭയങ്കര രസമായിരുന്നു. ഒരു പത്മകുമാറിന്റെ ചേട്ടന്റെ ജീപ്പിലെ നല്ലൊരു ട്രക്കിംഗ് ഫീലാണ് എനിക്കുണ്ടായത്. ഉള്ളിലെ മൊത്തം ആ ജീപ്പിലാണ് കറങ്ങിയതൊക്കെ. വളരെ രസകരമായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. അപ്പോ ഇനിയിപ്പോ ഇത് വൈഫ് അല്ലേ? ഷീല. എന്താ ഹൗസ് വൈഫ് തന്നെയാണോ? അതെ. എത്ര വർഷമായി ഗൾഫില് ജോലി? ഞാനൊരു 17ാമത്തെ വയസ്സിൽ പോയതാണ്. ഇപ്പൊ വയസ്സ് 60ആയി. പ്രവാസിയാണെന്ന് വന്നു. ആദ്യം മസ്കലിലായിരുന്നു, ഇപ്പൊ ദുബൈയിലാണ്. ഇടയ്ക്ക് നാട്ടിലൊന്നൊരു ബിസിനസ് ഒക്കെ നടത്തിയായിരുന്നു, ബജാജിന്റെ ഒക്കെ ഏജൻസി. അതൊക്കെ 5-6 വർഷം കൊണ്ട് പോയി. അവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങി ഇവിടെ വന്നിട്ട്. അതാണ് മീരാസ് മിറാക്കിൾ ഫാം എന്നിട്ട്. അച്ഛന്റെ അമ്മയുടെ പേരിന്റെ ആദ്യമാണ് മീരാസ്. ജീവിതം ഒരു മിറാക്കിളാണ്. അതാണ് മീരാസ് മിറാക്കിൾ ഫാം എന്നിട്ടേക്കുന്നത്. മീരാസ് മിറാക്കിൾ ഫാം. അതെ, ചലക്കുടി. മക്കൾ എത്ര പേരാ? 2 ആൺകുട്ടികൾ. അവരെന്ത് ചെയ്യണം? അവരെന്റെ ബിസിനസ് നോക്കും ദുബൈയില്. അവർക്ക് 2 ആൺകുട്ടികൾ. മൂത്താൾ അരുണ്, രണ്ടാമത്തെ ആൾ അനൂപ്. അവരൊക്കെ വൈഫ് എല്ലാവരും ഉണ്ട്, ജോലിയുണ്ട്. എന്റെ സ്ഥാപനത്തിനൊക്കെ ആയിരുന്നു. ഇപ്പൊ സ്കൂളിൽ ജോലിയൊക്കെ ആയിട്ട്. ഏത് സ്കൂളിലാണ് ജോലി ചെയ്യണേ? ദുബൈയിലെ പഠിക്കുന്നത് കുട്ടികൾ. അല്ല, അവര് പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്ന ഒരു സിസ് ഇന്റർനാഷണൽ സ്കൂളാണ്. മൂത്ത ആള് ആതിര, രണ്ടാമത്തെ ആള് ഒരു IT ഫീൽഡിലാണ്. അതും ആതിര തന്നെയാണ്. ആതിരമാരാണ് അല്ലേ? അവർക്ക് 2 ആൺകുട്ടികള്. അത് 1 മാസം വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സ്വസ്ഥമായിട്ടുള്ള ഞങ്ങളിങ്ങനെ പോയി വന്നിരിക്കുന്നു. ഇടയ്ക്കൊന്ന് അങ്ങോട്ട് പോകും, പിന്നെ വന്ന് ഇവിടെ താമസിക്കും. 10 ദിവസം നിൽക്കും. കറുകുറ്റിയാണ് താമസം. ഫാം ഹൗസ് ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പൊ ഇടയ്ക്ക് ഇവിടെ നിൽക്കും. ഇവിടെ കൂടുതൽ തിരക്കുള്ള ദിവസം ഇവിടെ നിൽക്കും. ഇല്ലെങ്കിൽ വൈകിട്ട് അങ്ങോട്ട് പോകും. ആ വീട് ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോകുള്ളൂ. മനുഷ്യനെ വീക്ക് മിക്കാറും. ഇവിടെ ആകുമ്പോ നല്ല സുഖം, നല്ല ഓക്സിജൻ കിട്ടും, നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും. പിന്നെ ആൾക്കാർ ഇഷ്ടംപോലെ കാണാൻ, ഡെയിലി ആൾക്കാർ കാണാൻ വരുന്നു. ഒന്ന് വെറുതെ ഒന്ന് നടന്നാ മതി, നല്ല സുഖമായിരിക്കും അല്ലെ? അപ്പൊ ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അതെ, 5-6 മാസത്തിനുള്ളിൽ അവിടെ ദുബൈ ജില്ലയിലെ വിസ ഇതാവുമല്ലോ. അപ്പൊ അങ്ങനെ പോകും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലേ ഉള്ളൂ കൂടുതലായിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ എന്തായാലും 5 മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ പോയിരിക്കും. 10 ദിവസം നിൽക്കും. എന്നാലും ഒത്തിരി സന്തോഷം ഇത്രയും നല്ലൊരു ഫാം കാണാൻ കഴിഞ്ഞതും. അതുപോലെ തന്നെ ഈ വ്ളോഗ്, ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഇത് വന്നൊരു പാഠമാക്കേണ്ടതുണ്ട് ശരിക്കും. ഇനി ഞാൻ ഒരു പ്രാവശ്യം ഇനി വരുമ്പോൾ ഒരു പക്ഷെ ഇവിടെ ഒരു എന്താ പറയാ, ടൂറിസം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അന്നേരം ഞങ്ങൾ ഒരു ദിവസമൊക്കെ താമസിച്ചു പോകാം. അതെ, ഒത്തിരി സന്തോഷം. ഈ ഷീ ഗാർഡൻ വ്ളോഗിന് വേണ്ടി ചേട്ടന്റെ ഇത്രയും തിരക്ക് പിടിച്ച സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. 2 പേരോടും താങ്ക്സ്. അപ്പൊ നമ്മുടെ വീഡിയോ മീരാസ് മിറാക്കിൾ ഫാം ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും, അതുപോലെ തന്നെ ഈ പ്രോത്സാഹനം, ഫാം ഏറ്റവും മികച്ച ഫാമിനുള്ള അവാർഡ് വിന്നറാണ് പത്മകുമാർ. തൃശ്ശൂർ ജില്ലയുടെ മികച്ച ഫാമിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പ്രോത്സാഹനമായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.